ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവിന്റെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ്. സ്ത്രീയുടെ ഫോണിൽ നിന്നോ? അതേ മേഡം, ആ ഫോണിലേക്ക് ധാരാളം കോൾസ് പോയിട്ടുണ്ട്. ചോദിക്കുകയും പറയുകയും ചെന്നിട്ടുള്ള സ്ഥലത്തൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വിവരവുമില്ല. അല്ല, ശാലിനി ഗോപാലട്ടനെ കാണാൻ വന്നിരുന്നോ? വന്നിരുന്നു. നീ എന്തൊക്കെയോ പറഞ്ഞുവെന്നും പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയും ചെയ്തു. ശാലിനി അവൾ എന്നോടും പലതും ചോദിച്ചു. എന്നിട്ട് വിഷ്ണുവിനെ തിരക്കിയുള്ള അവളുടെ ഓട്ടവും സങ്കടവും ഒക്കെ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു. എല്ലാം. നസീറിന്റെ മരണം അടക്കം പറഞ്ഞു. ഇനി ഇതിന്റെ പേരിലാണ് വിഷ്ണുവിനെ കാണാതായതെങ്കിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ശാപമാ നമ്മുടെ രണ്ടുപേരുടെയും തലയിൽ വന്ന് വീഴാൻ പോകുന്നേ. പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഒരിക്കലും തീരാത്ത കണ്ണീര്, അത് നമ്മുടെ ചങ്കി തന്നെയല്ലേ ഗോപാലേട്ട വന്ന് തറയ്ക്കുന്നത്. വേണ്ട, ഇനി ഒരു രഹസ്യവും നമുക്ക് വേണ്ട. ഒന്ന് സമാധാനായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി തന്നെയാ ഞാനെല്ലാം പറഞ്ഞത്. ഇല്ലെങ്കിൽ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോയനെ. എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്ന അപ്പനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാനില്ലാതെ പോയി ഉണ്ടായിരുന്നെങ്കിലേ അവളുടെ ഈ തന്നിഷ്ടം ഇവിടെ നടക്കില്ലായിരുന്നു. ആന്റണി, പണ്ട് പഴമക്കാര് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അടയ്ക്കാണെങ്കിൽ മടി വെക്കാം, അടയ്ക്കാമരമാണെങ്കിൽ മടി വെക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ നമുക്ക് സ്വസ്ഥത കേടുണ്ടാക്കുന്ന മരമൊന്നും വീട്ടിൽ നട്ടുനനച്ച് വളർത്താൻ പാടില്ല ഡേവിസേ. വെട്ടിക്കളയണം, കടയോടെ വെട്ടിക്കളയണം. ചെറുപ്പം മുതലേ അവളെ കുറിച്ച് ലാളിച്ച് വളർത്തി. അതാ എന്റെ അപ്പനും അമ്മച്ചും അവളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. ഇനിയിപ്പോ നമ്മൾ പറയുന്ന വഴിക്ക് അവളെ കൊണ്ടുവരാനാവില്ല. അവള് പറയുന്ന വഴിക്ക് പോയി അവൾ അറിയാതെ അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. അതൊരല്പം റിസ്കാ, പക്ഷെ ആ റിസ്ക് നമ്മൾ ഇവിടെ ഏറ്റെടുത്തേ ഒക്കൂ. കാരണം നോക്കി 4 പൂശു പൂശണം, അത്ര തന്നെ. അപ്പനെ കൊണ്ട് നടക്കില്ല. പുന്നാരമോളെ നുള്ളി നോക്കാൻ ഇപ്പോഴും അങ്ങേരുടെ കൈ വിറയ്ക്കും. ഈ ആന്റണിക്കറിയാം അവളെ എങ്ങനെ പൂട്ടണമെന്ന്. പക്ഷേ അതിനോട് ആരും സമ്മതിക്കില്ലല്ലോ. എന്തിന് ഡേവിസ് പോലെ അവളുടെ മുന്നിൽ സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന കാണുമ്പോ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നേ. അടിച്ച് വളർത്തണ്ട വിളിക്കാൻ അടിച്ച് തന്നെ വളർത്തണം ഡേവിസേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടച്ചോ. എന്താ കാര്യം? എനിക്ക് യോഹന്നാനെ ഒന്ന് കാണണമായിരുന്നു. ഡെയ്സി മോളുടെ വിളിച്ചു ചൊല്ലലിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് വിളിച്ചു ചൊല്ലല്? വിളിച്ചാ വിളിയേക്കുന്ന മക്കളുണ്ടെങ്കിലല്ലേ ഇതുപോലുള്ള ചടങ്ങുകൾ നടത്തേണ്ടതുള്ളൂ. അതിവിടെ ഇല്ല അച്ചോ, വകതിരിവില്ല. ആ സ്ഥിതിക്ക് ഒരു വിളിച്ചൊല്ലലും നടത്തണ്ട. ഷേ, എന്തൊക്കെ ആന്റണി വിളിച്ചു പറയുന്നേ? ഇതൊന്നും അച്ഛൻ കാര്യമാക്കണ്ട. ഇവൻ വേറെ എന്തോ ടെൻഷനില്ല. അച്ഛൻ അകത്തേക്കല്ല, അങ്കിൾ അകത്തുണ്ട്. അതെ, നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം അറിയുന്നതല്ലേ ആന്റണി നല്ലത്. ഇത് മറ്റുള്ളവരെ കൂടെ അറിയിച്ച് സ്വയം നാറുന്ന എന്തിനാ? എന്റെ മാനസികാവസ്ഥ ഡേവിസിന് അറിയാഞ്ഞിട്ടാ. ഡേവിസിനെല്ലാം മനസ്സിലാവും. പക്ഷേ അത് ഡേവിസിന് മനസ്സിലായെന്ന് എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അങ്ങനെ വേണം ആന്റണി. ഉള്ളിൽ വെച്ചോണ്ടുള്ള പകയ്ക്ക് 100-ൽ 100 മാർക്ക്. ഡേവിസേ, കളിയായിട്ടാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും ശിവനെ ഒരിക്കലും ഡേവിസിന്റെ സ്ഥാനത്ത് സങ്കല്പിക്കാനാവില്ല. ഞാൻ ഈ ലോകത്ത് വെറുക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത് അവൻ മാത്രമാണ്, ശിവൻ. അവന്റെയും കുടുംബത്തിന്റെ സർവനാശം, അതാണ് എന്റെ ലക്ഷ്യം. നമ്മളിപ്പോ ചെയ്തു വെച്ചിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ. പക്ഷേ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ ചത്തുപോയാൽ ഡെയ്സി നമുക്കെതിരെ മൊഴി കൊടുത്താൽ നമ്മൾ അകത്തു പോകും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അടങ്ങിയിരിക്കുന്ന ആ ബുദ്ധി. അയച്ചു വിട്ടിട്ട് മുറുക്കുന്നതല്ലേ നല്ലത്? അതായിരിക്കും നമുക്കും അവൾക്കും നല്ലത്. നിന്നോടെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. മാഡം ഇറങ്ങുന്നില്ലേ? എനിക്ക് വീട്ടിൽ പോകണമെന്നൊന്നുമില്ല. പോയിട്ട് എന്തിനാ? അവരാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരവില്ല. പോകാതെ എങ്ങനെയാ മാഡം? അവരെല്ലാവരും ഒരേ ഒരു ആശ്രയമായിട്ട് കരുതിയിരിക്കുന്നത് മാഡത്തെയാ. ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്നെ ധർമ്മസങ്കടത്തിലാക്കുന്ന. വിഷ്ണുവേട്ടനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം കൊണ്ട് ഞാൻ ചെല്ലുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. 1000 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സകല ശക്തിയും സംഭരിച്ച് വേണം എനിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ. വയ്യ. ഒരാളുടെയും ചോദ്യങ്ങൾ നേരിടാൻ എനിക്കിപ്പോ ആവില്ല. ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഒരിടത്തും എത്തിയില്ലല്ലോ മാഡം. നമുക്ക് കുറച്ച് വിപുലമായ അന്വേഷണത്തിന് ശ്രമിച്ചാലോ? മറ്റേതെങ്കിലും ഏജൻസി, ഈ ക്രൈം ബ്രാഞ്ചിലോ മറ്റോ? ഞാനും അത് ഓർക്കാതിരുന്നില്ല. പക്ഷെ അതിനെല്ലാം വ്യക്തമായ കാരണങ്ങൾ വേണം. ലോക്കൽ പോലീസിന് കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള നിഗൂഢതകൾ എന്തെങ്കിലും ഈ കേസിലുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതിപ്പോ അങ്ങനെയൊന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ലല്ലോ. മാഡം വിഷമിക്കണ്ട. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം വിഷ്ണു സാറ് കയറി വരും. അന്ന് മാഡത്തിന്റെ ഈ സങ്കടങ്ങളെല്ലാം മാറും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം വിഷ്ണുവേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അധിക നാളൊന്നും എന്നെ പിരിഞ്ഞിരിക്കാനാവില്ല. അത് ഞാൻ എന്റെ വിഷ്ണുവേട്ടന് കൊടുത്ത, വിഷ്ണുവേട്ടൻ എനിക്ക് തിരിച്ചു തന്ന സ്നേഹത്തിന്റെ ആത്മാർത്ഥതയിൽ നിന്നുണ്ടായ ഉറപ്പ്. അത് തെറ്റില്ല. ആ ഒരു ഉറപ്പ് മാത്രമേ ഇപ്പൊ എന്നിൽ അവശേഷിക്കുന്നുള്ളൂ. റസാഖ് പറഞ്ഞോ. മാഡം, സൈബർ സെല്ലിൽ നിന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ്. സ്ത്രീയുടെ ഫോണിൽ നിന്നോ? അതെ മാഡം, ആ ഫോണിലേക്ക് ധാരാളം കോൾസ് പോയിട്ടുണ്ട്. വിഷ്ണു സാറിനെ കാണാതായതിനു ശേഷവും ഈ ഫോണിൽ നിന്നും അതിലേക്ക് കോളുകൾ വന്നിട്ടുണ്ട്. അത് ഏതാ സ്ത്രീ? രേഷ്മ.